everyone, welcome back to my channel Geeth's Digital Space. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് ഒരു ലോങ് ബ്രേക്ക് ആയി പോയി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു പ്ലാൻ റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡ്രസീന പ്ലാന്റിനെയാണ്. ഇതിന് കോർഡിലൈൻ എന്നും പേരുണ്ട്. ഒട്ടുമിക്കവരും ഈ പ്ലാന്റ് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇതിൻ്റെ പേര് അറിയാവുന്നവർ ചുരുക്കമായിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഈ പ്ലാന്റിനെ കുറിച്ച് എല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. ഈ പ്ലാന്റിന് 25ഓളം വെറൈറ്റികളുണ്ട്. എൻ്റെ കയ്യിൽ ഈ പ്ലാന്റിന് 5 വെറൈറ്റീസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരുത്തവരായിട്ട് കാണാം. അപ്പം നമ്മുടെ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നതാണ്. ഇതിൻ്റെ പേരാണ് പിങ്ക് ഡയമണ്ട്. അപ്പം നമ്മുടെ അടുത്തത് ഒരു ബ്രൗൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേരാണ് ചോക്ലേറ്റ് ക്വീൻ. ഇതിൻ്റെ ഈ ഒരു ലീവ്സിൽ ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളർ ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഇതിന് ഈ ഒരു പേര് വന്നത്. നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ വെറൈറ്റിയാണ്. ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ കളറാണ്. ഇതിൻ്റെ പേരാണ് കിവി. അപ്പോൾ അടുത്തതെന്ന് പറയുന്ന ഒരു കോമൺ വെറൈറ്റിയാണ്. ഒട്ടുമിക്കവരും ഇത് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു റെഡ് ആൻഡ് പിങ്ക് കളറാണ്. ഇതിൻ്റെ പേരാണ് റെഡ് സിസ്റ്റർ. അപ്പോൾ നമ്മുടെ അടുത്തതെന്ന് പറയുന്ന ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ പേരാണ് ഡോക്ടർ ബ്രൗൺ. നമുക്ക് ഈ ഒരു ചെടിയുടെ പ്ലാന്റിങ് നോക്കാം. പ്ലാന്റിങ്ങിന് വേണ്ടി നമ്മൾ ആദ്യം പോട്ടിംഗ് മിക്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പം നമ്മൾ പോട്ടിംഗ് മിക്സിൻ്റെ ഡീറ്റെയിൽ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ പോട്ടിംഗ് മിക്സിന് വേണ്ടിയിട്ട് നോർമൽ സോയിൽ, പിന്നെ കോക്കോ പീറ്റ് അഥവാ ചകിരിച്ചോറ്, പിന്നെ നീം കേക്ക്, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമ്മുടെ ഉണക്ക ചാണകപ്പൊടിയാണ് വേണ്ടത്. ഇത് കൂടുതൽ പ്രിപ്പയർ ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം പോലെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് പ്രൊപ്പഗേഷൻ നോക്കാം. പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ തണ്ടിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു സൈസിലെ തണ്ട് മതി, ഒരുപാട് വലുതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തണ്ടിനോട് ചേർന്നിരിക്കുന്ന കുറച്ച് ഇലകൾ പറിച്ചു മാറ്റാം. ഇപ്പം നമ്മളിത് വാട്ടറിലാണ് സെറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു പ്ലാന്റ് വെള്ളത്തിലും മണ്ണിലും വളരുന്നതാണ്. പക്ഷെ വെള്ളത്തിൽ ഇതിനൊരു പരിധി കൂടുതൽ വളരാൻ കഴിയില്ല. ഇനി നമുക്കിത് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്നിടത്ത് കൊണ്ട് വെക്കാം. ഇതാണ് ഞങ്ങൾ മണ്ണിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഡ്രസീന വെറൈറ്റീസ്. ഇതിൻ്റെ വാട്ടറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്താണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ ഫെർട്ടിലൈസറായിട്ട് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ഉണക്ക ചാണകപ്പൊടിയാണ്. 2-3 മാസം കൂടുമ്പോഴാണ് ഞങ്ങൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറ്. ഈ ഒരു പ്ലാന്റ് ഔട്ട്ഡോർ ആയിട്ടും ഇൻഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പോൾ സൺലൈറ്റ് ഉള്ളിടത്ത് വേണം വെക്കാൻ. ഈ ചെടിയിൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ഇലകളിലൊക്കെ ഹോള് വീഴുക. അത് മിക്കവാറും പുഴുക്കളൊക്കെ കടിക്കുന്നതായിരിക്കും. അപ്പോൾ അത് മാറ്റാനായിട്ട് 1 ടീസ്പൂൺ നീം ഓയിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളൊന്ന് സ്പ്രേ ബോട്ടിൽ വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.